ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു മഹാന്റെ ഒരു അത്ഭുതമായ കഥ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബാക്കളെ പോലെ ജീവിതം ധന്യമാക്കിയ മുത്തബിഉസ് സുന്ന അഭിവന്ദ്യനായ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു മഹാനുഭാവനോട് ഒരു പണ്ഡിതൻ ഒരു ആവശ്യം പറയുകയാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത ആലിമാണ്, പണ്ഡിതനാണ്. നേരത്തെ കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി കാഴ്ചകൾ കുറഞ്ഞു വന്നു. അഭിവന്ദ്യനായ അത്തിപ്പറ്റ ഉസ്താദിനോട് അന്ന് കേരളക്കരയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന സാത്വികനായ സൂഫിയായ അത്തിപ്പറ്റ ഉസ്താദിനോട് തന്റെ വേവലാതി പറഞ്ഞപ്പോ മജ്‌ലിസുന്നൂറിന്റെ മജ്‌ലിസിൽ ഇരിക്കുവാനും അതേപോലെ തന്നെ 7ഓളം മജ്‌ലിസുന്നൂറിന്റെ മജ്‌ലിസിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. കേവലം 3 മജ്‌ലിസുകൾ കഴിഞ്ഞ് 4ാമത്തെ മജ്‌ലിസാകുമ്പോഴേക്കും ആ പണ്ഡിതന്റെ കണ്ണിന് കാഴ്ച ലഭിക്കുകയാണ്. മഹാനായ ഉസ്താദ് പറഞ്ഞു കൊടുത്ത മരുന്ന് അതായിരുന്നു. എന്തിനാണ് ഈ മഹാന്മാരെ ഓർമ്മിക്കുന്നത്? എന്തിനാണ് ഈ മഹാന്മാരെ സ്മരിക്കുന്നത്? അവർ വലിയ ഒരു സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന മഹാന്മാരല്ലേ? അവർ എന്തിനാണ് ഈ സംഘടനയെ കൊണ്ടുവന്നത്? ഇന്നിന്റെ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്കും യുവതികൾക്കുമൊക്കെ സംശയമുണ്ട്. എവിടെ പോയാലും ഇങ്ങനെ കേൾക്കുന്നു, ഇന്ന സംഘടനയുടെ പേരിൽ അറിയപ്പെടുന്നു. ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അറിയണം, നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. എന്തിനാണ് ഇവരെ സ്മരിക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ദിക്റുസ് സാലിഹീന കഫാറ. സ്വാലിഹീങ്ങളെ സ്മരിക്കലേ, അവരെ ഓർമ്മിക്കലേ നമ്മുടെ പാപങ്ങളെ പൊറുക്കാനുള്ള കാരണമാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. 5 നേരം നിർബന്ധമായും അത് പറയാത്തവനിക്ക് നിസ്കാരമില്ല. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. ഫാത്തിഹ ഇല്ലെങ്കിൽ നിസ്കാരം സ്വീകാര്യമല്ല. നാം ഉറക്കെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ കേൾപ്പിക്കുന്ന രീതിയിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമായ യഥാർത്ഥ വഴിയാണ് ഇസ്ലാമിന്റെ തനതായ രൂപം. മഹാന്മാരായ മാലിക് ദിനാറും സംഘവും ആദരവായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 58 വയസ്സായപ്പോ 63 വർഷം വരെ ഈ ലോകത്ത് ഇസ്ലാം പ്രബോധനം ചെയ്ത് 63ാമത്തെ വയസ്സിൽ വഫാത്തായ ലോക നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 58 വയസ്സായപ്പോൾ കാസർഗോഡിലേക്ക് കടന്നു വന്നല്ലോ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദീപശിഖയുമായി കടന്നു വന്നുവല്ലോ. മഹാന്മാരായ മാലിക് ദീനാറും കൂട്ടവും നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് ആദ്യമായി കടന്നു വരികയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് 58 വയസ്സാണ്. ഇസ്ലാമിന്റെ പാരമ്പര്യം 1400 വർഷങ്ങൾക്ക് അപ്പുറം പഴക്കമുള്ള പാരമ്പര്യമാണ് നമുക്കുള്ളത്. ആ പാരമ്പര്യത്തിൽ വിള്ളലുണ്ടായിട്ടില്ല, ആദർശം ചോർന്നു പോയിട്ടില്ല, അനുഷ്ഠാനങ്ങൾക്ക് കുറവ് വന്നിട്ടില്ല, ആദരവിന് കുറവ് വന്നിട്ടില്ല. ഈ 921 അതിനെയൊക്കെ തടസ്സമാക്കുന്ന രീതിയിൽ ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഈ ഐക്യസംഘം രൂപപ്പെട്ടുകൊണ്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ നോക്കിയപ്പോഴാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന മഹാമനീഷി അല്ലാഹുവിന്റെ വലിയായിരുന്നു. എത്രയോ അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ് സാത്വികനായ സയ്യിദ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളെന്ന മഹാനുഭാവൻ. അസ്ഥിവാരമിട്ട പ്രസ്ഥാനമാണ് സമസ്ത. ആ സാത്വികനായ സാദാത്ത് അല്ലാഹുവിലേക്ക് ഇരു കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദുആ ചെയ്തുവല്ലോ, അല്ലാഹ് ഈ
ഈ പരിശുദ്ധമായ പ്രസ്ഥാനം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തണമല്ലാ. ഈ പതാക ഇമാം മഹദിയിലേക്ക് നീ ഏൽപ്പിക്കണമല്ലാ എന്ന് നൂറുകണക്കിന് സാത്വികന്മാരായ മനുഷ്യന്മാരുടെ മുമ്പിൽ ദുആ ചെയ്യുകയും ആ പ്രാർത്ഥന അവരൊക്കെ ആമീൻ പറയുകയും ചെയ്ത ഇത്രയും വലിയ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. ദീനാണ് ഉദ്ദേശിക്കുന്നത്, മുസ്തഖീമായ വഴിയാണ്. അങ്ങനെ ദീൻ ഇസ്ലാം അന്ത്യനാൾ വരെ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾക്ക് വള്ളിപുള്ളികൾക്ക് വ്യത്യാസങ്ങളില്ലാതെ അന്ത്യനാൾ വരെ ഈ ലോകത്തുണ്ടാകും എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പാന്റെ പ്രാർത്ഥന. ആരാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളെ? അന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു അറക്കൽ രാജവംശം എന്നുള്ളത്. ഇന്ത്യയിൽ അറിയപ്പെട്ട ഭരണാധികാരികളായിരുന്ന നിസാമിയ കുടുംബങ്ങള്. അതേപോലെ തന്നെ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ഈ അറക്കൽ രാജാക്കന്മാരും നിസാമിയ കുടുംബക്കാരും ബ്രിട്ടീഷുകാരും ഒരുപോലെ അംഗീകരിച്ച ഇന്ത്യയിലെ ഏക മനുഷ്യൻ, എല്ലാവരും ആദരിച്ചിരുന്ന ഏക മനുഷ്യനായിരുന്നു സയ്യിദ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ എന്ന സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റായ വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പ. ഈ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ അരികിലേക്ക് ബ്രിട്ടീഷുകാർ ചെന്നല്ലോ. മോഹന വാഗ്ദാനങ്ങളുമായി കടന്നുപോയല്ലോ. ജനങ്ങളൊക്കെ ബ്രിട്ടീഷുകാർക്ക് എതിരാവുകയാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് എതിരായി സംഘടിക്കാൻ തുടങ്ങി. അവസാനം ബ്രിട്ടീഷുകാർ ഒരു തന്ത്രം മെനയുകയാണ്. ഈ നാട്ടിലെ ഈ രാജ്യത്തെ എല്ലാവരും ആദരിക്കുന്ന വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾക്ക് ഇന്ത്യയുടെ ഉന്നതമായ ഖാൻ ബഹദൂർ പദവി നൽകുകയാണ്. അദ്ദേഹത്തെ നേരിൽ കണ്ടത് പറയണം, അതിന് പകരമായി ഞങ്ങളെ കൂടെ നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഗ്ദാനങ്ങളുമായി ബ്രിട്ടീഷുകാരനെ സപ്പോർട്ട് ചെയ്യാൻ, ബ്രിട്ടീഷുകാരന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ, ഖാൻ ബഹദൂർ പദവി നൽകാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയും വരക്കൽ മുല്ലക്കോയ തങ്ങളെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇന്ത്യയുടെ അഭിമാനമായ ബ്രിട്ടീഷുകാരോട് പോരാട്ടം നടത്തിയ ഇന്ത്യയുടെ അഭിമാനമായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന പരിശുദ്ധമായ ഗ്രന്ഥമുണ്ടല്ലോ, അത് എന്റെ നാട്ടിലെ കലക്ടർക്ക് സർ വില്യം ലോഗൻ എന്നുള്ള കലക്ടർക്ക് ഞാൻ ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന് പരിഭാഷ നൽകി കൊടുത്തയാളാണ്. നിങ്ങളുടെ ഈ ഉന്നതമായ പദവി എനിക്ക് വേണ്ട, ഞാൻ എന്റെ രാജ്യത്തെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അധിനിവേശത്തിനെതിരെ ശക്തമായി പോരാട്ടം നടത്തുമ്പോൾ അവിടെ ഈ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ ഉണ്ടാകുമെന്ന് ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചുകൊണ്ട് ദുനിയാവിന്റെ പ്രൗഢിയും ദുനിയാവിന്റെ പളപളപ്പിന്റെ പിന്നിൽ പോകാത്ത സാത്വികനായ സയ്യിദായിരുന്നു സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് സയ്യിദ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങള്. അവരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. പരിശുദ്ധമായ ദീൻ പ്രചരിപ്പിക്കാനാണ്. മനുഷ്യന്മാരുടെ ഈമാനെ നശിപ്പിച്ച് കളയുന്ന പുത്തൻവാദികളെ തടഞ്ഞു നിർത്താനാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ ആദ്യ യോഗം ചേർന്ന് ആദ്യത്തെ മുശാവറയിൽ അംഗമായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അതാണ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദഹു. സാത്വികനാണ്, ജീവിതത്തിൽ ഒരു കറാത്ത് പോലും ചെയ്യാത്ത മഹാനാണ്. ഉന്നതന്മാരായ വലിയ കുടുംബത്തിന്റെ കണ്ണിയായി വന്ന മഹാനാണ്. ജീവിതത്തിൽ ഒരു കറാത്ത് പോലും ചെയ്യാത്ത മഹാനാണ്.
ശംസുൽ ഉലമാന വന്ദ്യ ഗുരുവാണ്. മഹാനായ മാലിക് ഇബ്നു ദീനാറും സംഘവും ഈ കേരളക്കരയിലേക്ക് ഇസ്ലാമിന്റെ പ്രചാരണത്തിനായി കടന്നു വന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദര പുത്രനാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ കുടുംബം എത്തുന്നത്. ചില്ലറക്കാരനല്ല, അങ്ങനെയുള്ള സാത്വികനാണ് പിന്നീട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റായി സേവനം ചെയ്യുന്നത്. 1990 ജനുവരി 15 ജനിച്ച് 1993 സെപ്റ്റംബർ 19 വരെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. 68 വയസ്സും തന്റെ 68 വർഷവും മുശാവറ മെമ്പറാണ്. ഒരാൾക്കും ലഭിക്കാത്ത അംഗീകാരമാണ്. സമസ്തയുടെ മൺമറഞ്ഞു പോയ, അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരിൽ ഇത്രകാലം പ്രസിഡന്റായ ഒരാളെയും കണ്ടെത്താൻ സാധ്യമല്ല. അതാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ഒരു ഖറാത്ത് പോലും ചെയ്യൂല എന്ന് വെറുതെ പറഞ്ഞതല്ല. ജനങ്ങളെ മുമ്പിൽ ഇങ്ങനെ അങ്ങനെയുള്ള കാലഘട്ടമാണ് ഈ ദുനിയാവ്. ജനങ്ങളെ കാണുമ്പോൾ ഒരാളെ കുറിച്ച് വലിയാക്കുന്നു, ഇല്ലാത്ത കഥകൾ പറയുന്നു, വെറുതെ ഇങ്ങനെ കറാമത്ത് പറയുന്നു. അങ്ങനെയൊന്നുമല്ല. എല്ലാവരും കണ്ട, എല്ലാവരും അനുഭവിച്ച മഹാനായിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. സൂക്ഷ്മതയുടെ പര്യായമായിരുന്നു. വലിയ ബിസിനസ്സുകാരനായിരുന്നു. എങ്കിലും സൂക്ഷ്മത കൈവിടാതെ സൂക്ഷിച്ച മഹാനായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച, ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്. നബ്ബറല്ലാഹു ബറകതഹു. ഇന്ന് വാഴക്കാടിൽ ആടിയുറങ്ങുകയാണ്. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് മഹാനായ ശംസുൽ ഉലമാ. മഹാനായ ശംസുൽ ഉലമാ. ഇത് ഏതെങ്കിലും ഒരു യോഗം ചേർന്ന് ഒരു പേരിങ്ങനെ പ്രഖ്യാപിച്ചതല്ല. ഒരു സദസ്സിൽ ഒരാളുടെ പേര് പറഞ്ഞതല്ല. ലോകത്തിന്റെ ആലിമീങ്ങളെ, ഗൾഫ് രാജ്യങ്ങളിലുള്ള ആലിമീങ്ങളൊക്കെ ഒന്നിച്ച് പറഞ്ഞതാണ്. ഇദ്ദേഹം കേരളത്തിന്റെ മാത്രം ആലിമല്ല, ഇദ്ദേഹം ഇന്ത്യയുടെ ആലിമല്ല. ആ ആലിമുൽ ഇദ്ദേഹം എങ്ങനെയുള്ള ആലിമാണ്? ഇദ്ദേഹം ലോകത്തിന്റെ ആലിമാണ്. ഇദ്ദേഹം ശൈഖുനാ ശംസുൽ ഉലമയാണ് പറയുന്നത്. ലോകത്തിന്റെ പണ്ഡിതനാണ്. അത്രമാത്രം വലിയ മനക്കട്ടിയും വലിയ പാണ്ഡിത്യവും വലിയ കറാമത്തും വലിയ ത്വരീഖത്തുകളും ഉണ്ടായിരുന്ന മഹാനായിരുന്നു ശംസുൽ ഉലമാ. ഉസ്താദിന്റെ വലിപ്പം വരണമെങ്കിൽ നമ്മൾ ഒരു മഹാനെ മാത്രം ഓർമ്മിച്ചാൽ നമുക്ക് മതിയാകും. കേരളത്തിൽ അറിയപ്പെട്ട മസാറയാണ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ ഒരുപാട് വിശ്വാസികൾ കടന്നു പോകുന്ന കോഴിക്കോടിന്റെ അടുത്തുള്ള മസാറയാണ്, മഖ്ബറയാണ് സിഎം മടവൂർ സിഎം അബൂബക്കർ വലിയുള്ളാഹ്. ആരുടെ ശിഷ്യനാണ്? ആരുടെ ശിഷ്യനാണ്? ആ വലിയ ശംസുൽ ഉലമാന്റെ ശിഷ്യനാണ്. ശിഷ്യന്മാർ ഇങ്ങനെയാണെങ്കിൽ ഗുരുനാഥന്മാർ എത്ര ഉന്നതന്മാരായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ. ഇവരാണ് മഹാന്മാര്. ഇങ്ങനെയുള്ള മഹാന്മാര് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയാണ് ഇവിടെ വിളംബരം ചെയ്തത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ വള്ളിപ്പുള്ളികൾക്ക് വ്യത്യാസങ്ങളില്ലാതെ അന്ത്യനാൾ വരെ നുകർന്നു കൊടുക്കാനും പകർന്നു കൊടുക്കുവാനും ആത്മധൈര്യം കാണിച്ച മഹാന്മാരാണ്. കാരണം ഈ ദുനിയാവ് ശാശ്വതമല്ല, ഈ ദുനിയാവ് എന്നെന്നും ജീവിക്കുന്നതല്ല. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ. ആഖിറത്ത്
ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്, പാരത്രിക ലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഈ ദുനിയാവ് നശിഞ്ഞു പോകുന്നതാണ്, ഈ ദുനിയാവ് മോശപ്പെട്ട ലോകമാണ്. ഇൽമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലൈബും വലഹബ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞുവല്ലോ, ഇത് കളിയാണ്, ഇത് വിനോദമാണ്, ആഡംബരമാണ്, ദുനിയാവ് രസമാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. വഞ്ചനയുടെ ചിരക്ക് മാത്രമാണ്. ഈ ദുനിയാവിൽ ഒന്നും നമുക്ക് നേടാൻ സാധ്യമല്ല. മനുഷ്യന്മാരെ, പണത്തിന്റെ പിന്നിൽ പോകുന്നവരില്ലേ, ആഡംബരത്തിന്റെ പിന്നിൽ പോകുന്നവരില്ലേ, സൗന്ദര്യത്തിന്റെ പിന്നിൽ പോകുന്നവരില്ലേ, കായികങ്ങളുടെ പിന്നിൽ പോകുന്നവരില്ലേ, അങ്ങനെ ദുനിയാവിന്റെ രസങ്ങളും ദുനിയാവിന്റെ പളപ്പളപ്പിലും ദുനിയാവിന്റെ ആഡംബരങ്ങളിലും അലിഞ്ഞു ചേർന്നുകൊണ്ട് അല്ലാഹനെ മതിമറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരോട് പറയുകയാണ്, അല്ലാഹുവല്ലാതെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹുവിലേക്കാണ് ഞാനും നിങ്ങളും മടങ്ങിപ്പോകുന്നത്. ഉത്തമമായ ബോധ്യം നമ്മുടെ മഹാന്മാർക്കുണ്ടായിരുന്നു, കണ്ണിയത്ത് ഉസ്താദിനുണ്ടായിരുന്നു, വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പാക്കുണ്ടായിരുന്നു, ശംസുലമാക്കുണ്ടായിരുന്നു. അകലിത കഴിഞ്ഞു പോയ സമസ്തയുടെ മഹാന്മാരായ സാത്വികന്മാരായ ആലിമീങ്ങൾക്കതുണ്ടായത് കൊണ്ടാണല്ലോ അവർ ഈ പരിശുദ്ധമായ ഈ പ്രസ്ഥാനത്തെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കേരളമെന്നല്ല, കർണാടകമെന്നല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത്. ഈ പ്രസ്ഥാനത്തെ വ്യാപിപ്പിക്കാനുണ്ടായ കാരണം അവരുടെ ലക്ഷ്യം അല്ലാഹുവായിരുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة തീർച്ചയായിട്ടും അവർ അല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ചവരാണ്, അല്ലാഹുവിൽ തവക്കുലിയത്ത് നേടിയവരാണ്, അവർ റബ്ബിനെ റബ്ബായി അംഗീകരിച്ചവരാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും, ഏത് പ്രശ്നങ്ങൾ വന്നാലും 1988 ശേഷം ഈ സമസ്തയിൽ ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങൾ വന്നപ്പോ, റിക്കാർഡുകളൊക്കെ മറ്റുള്ളവർ കൈകാര്യം ചെയ്തപ്പോ, നമ്മുടെ സാത്വികന്മാരായ മഹാന്മാർ അല്ലാഹുവിനുള്ള അചഞ്ചലമായ അർപ്പണബോധമായിരുന്നു. റബ്ബിനെ അംഗീകരിച്ച മഹാന്മാർ, റബ്ബ് ഞങ്ങളെ കൈവിടില്ല, ഈ ദുനിയാവിൽ ആര് കൈവിട്ടാലും അല്ലാഹ് കൈവിടാത്ത ദൃഢമായ വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ കഴിഞ്ഞു പോയ മഹാന്മാര്, സാത്വികന്മാര്, സാലിഹീങ്ങളെ, അമ്പിയാക്കളെ, സ്വഹാബാക്കളെ, അവർ അല്ലാഹുവിനെ അല്ലാഹുവായി അംഗീകരിച്ചവരായിരുന്നു. മാത്രമല്ല തുമ്മസ്തഖാമു, അവർ നല്ല മാർഗം അവലംബിച്ചവരായിരുന്നു, സിറാത്തുൽ മുസ്തഖീമായ വഴിയായിരുന്നു. തുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാർ മരണപ്പെടാൻ വേണ്ടി പോകുന്ന സമയമാണ്. അസ്റായിൽ റൂഹിനെ പിടിക്കാൻ, ആത്മാവിനെ വലിച്ചു കൊണ്ടുപോകാൻ പോകുന്ന സമയമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വരികയാണ്, റഹ്മത്തിന്റെ മലായികതീങ്ങൾ ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവരോട് പറയുമത്രേ, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ഒരു പേടിയും വേണ്ട. അല്ലാഹ് നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗമുണ്ടല്ലോ, ഈ കാണുന്ന സ്വർഗ്ഗമുണ്ടല്ലോ, ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിയൽ അൻഹാർ.
അടിവാരത്തിൽ കൂടി അരുവിയൊഴുകുന്ന ആരാമത്തിന്റെ സ്വർഗമുണ്ടല്ലോ, ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, അവരെ സന്തോഷിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെയല്ലേ സമസ്തന്റെ മഹാന്മാർ വഫാത്തായി പോയത്? ആരുടെ ചരിത്രം എടുത്തു നോക്കിയാലും കർണാടകയുടെ ഭാഗങ്ങളിലെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ മുറുകെ പിടിച്ച് ജീവിച്ചിരുന്ന സാത്വികനായ മഹാനായ ജബ്ബാർ ഉസ്താദ്, മിത്തബയിൽ ജബ്ബാർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, മഹാനായ കോട്ട ഉസ്താദ്, അങ്ങനെ കഴിഞ്ഞു പോയ ഒരുപാട് മഹാന്മാരുടെ മരണങ്ങള്, അവരുടെ വഫാത്തിന്റെ രംഗങ്ങൾ വളരെ സന്തോഷത്തിന്റെ രംഗമാണല്ലോ. മലായികത്തുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം രോഗശൈലിയായി കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റൽ കിടക്കുകയാണ്. രോഗശൈലിയായി കുറച്ച് ദിവസമായി ഫാത്തിമ ഹോസ്പിറ്റൽ കിടക്കുന്നു. സുബ്ഹിയോടടുത്ത സമയമാണ്. ഈ സാത്വികനായ മനുഷ്യന്മാരെ അവിടുത്തെ ഡോക്ടർമാരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ദിവസങ്ങളായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയ മനുഷ്യനാണ്. അങ്ങനെ സുബ്ഹിയോടടുക്കുന്ന സമയത്തിലേക്ക് കടന്നു പോകുമ്പോ തന്റെ അനുചരന്മാരടുത്തേക്ക് വിളിക്കുന്നു, കുടുംബക്കാരെ വിളിക്കുന്നു, വേണ്ടപ്പെട്ടവരെ വിളിക്കുന്നു, പരിശുദ്ധമായ യാസീൻ ഓതാൻ വേണ്ടി പറയുന്നു. എല്ലാവരും ഉറക്കെ ഓതുന്നു. എല്ലാവരുടെ ശബ്ദത്തേക്കാൾ ഏറ്റവും ഉറക്കെ ശംസുൽ ഉലമയും യാസീൻ ഓതാൻ തുടങ്ങി. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ യാസീൻ പൂർത്തിയായി അല്പനേരം കഴിയുമ്പോ പള്ളി മിനാരത്തിൽ നിന്ന് സുബ്ഹിയുടെ ബാങ്കുലി കേൾക്കുകയാണ്. നല്ല ശൈലിയിൽ ബാങ്ക് കേൾക്കുന്നു. അതിനേക്കാളും നല്ല ഉച്ചത്തില് മഹാനായ ശംസുൽ ഉലമാ ബാങ്കിന്റെ ഓരോ ലഫ്ളുകൾക്കും ജവാബ് ചൊല്ലുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശംസുൽ ഉലമയും അവസാനത്തെ വാക്കായി ആഖിറു കലാമായി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ദഖലൽ ജന്ന ദഖലൽ ജന്ന. അതേപോലെ ശംസുൽ ഉലമയും അതിന് ജവാബ് ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്തിന്റെ സൂര്യ തേജസ്സായ ശൈഖുനാ ശംസുൽ ഉലമാ ഈ ലോകത്തോട് വിട പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മലായികത്തുകൾ ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്നവർ അരികിലേക്ക് കടന്നു വരുമെന്ന് ഖുർആനിൽ പറഞ്ഞതുപോലെ, എല്ലാം കണ്ടതുപോലെ മരണത്തെ അറിഞ്ഞുകൊണ്ട് ശംസുൽ ഉലമ ഒരുങ്ങിയല്ലോ. പുഞ്ചിരി തൂകി ശൈഖുനാ വിട വാങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ശംസുൽ ഉലമയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ 40 വർഷത്തോളം കാര്യദർശിയായി, മലയാളത്തിൽ പറഞ്ഞാൽ ജനറൽ സെക്രട്ടറിയായി പദവി അലങ്കരിച്ചു പോന്നത്. വലിയ മഹാനായിരുന്നു. അങ്ങനെയുള്ള സംഘടനയാണ് സമസ്ത. ആ സമസ്തയുടെ സെക്രട്ടറിയായി 40 വർഷത്തോളം സേവനം ചെയ്ത മഹാനാണ് ശംസുൽ ഉലമാ. 16ാമത്തെ വയസ്സിലെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ശംസുൽ ഉലമ 16ാമത്തെ വയസ്സിലെ മുഫ്തിയായിരുന്നു. കേരളത്തിലെ ഫത്വ കൊടുക്കാൻ പറ്റിയ പണ്ഡിതനായിരുന്നു ഷാഫി മദ്ഹബിലെ. മാത്രമല്ല 20ാമത്തെ വയസ്സിൽ വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിൽ പഠിച്ച് ബാഖവി ബിരുദം നേടി 20ാമത്തെ വയസ്സിൽ അവിടുത്തെ മുദരിസായിരുന്നു. 20ാമത്തെ വയസ്സിൽ മുദരിസാണ്. 40 വർഷത്തോളം സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പ്രധാന ശിഷ്യൻ മഹാനായ മടവൂർ തങ്ങളായിരുന്നു. അറിയപ്പെട്ട ശിഷ്യനാണ്. ആയിരക്കണക്കിന് ആലിമീങ്ങളും 100 കണക്കിന് ഔലിയാക്കന്മാരും ശിഷ്യഗണത്തിൽ ഉൾപ്പെടുന്നു. തന്റെ പ്രിയപ്പെട്ട പിതാവായ കോയക്കുട്ടി ഉസ്താദായിരുന്നു പ്രധാന ഗുരുനാഥൻ.
ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖായിരുന്നു. മാത്രമല്ല കേരളത്തിൽ മിഷനറി പ്രവർത്തനം, ക്രിസ്തീയ മതപരിവർത്തനം മഞ്ചേരിയിലെ ഭാഗങ്ങളിലും ഇടക്കരയിലും ഒക്കെ അതിന്റെ പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി കടന്നു വന്നപ്പോ പരിശുദ്ധമായ ഖുർആനും ബൈബിളും ഇഞ്ചിലും തൗറാത്തും എല്ലാം അറിഞ്ഞുകൊണ്ട് അവരെ നേരിടാൻ കെൽപ്പുള്ള മഹാന്മാരെന്നു കുറവായിരുന്നു. അന്നേ ഈ സമുദായത്തിലെ പലരും മുർത്തദ്ദായി. വലിയ സംവാദം തന്നെ മഞ്ചേരിയിൽ വെച്ചു, ഇടക്കരയിൽ വെച്ചു. ആ സംവാദത്തിന് നേതൃത്വം കൊടുക്കാൻ മഹാനായ ശൈഖുനാ കടന്നു വരുന്നു. വലിയ സംവാദമാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന, എന്ത് സംഭവിക്കുമെന്നറിയാതെ ആശ്ചര്യപ്പെട്ടു നിൽക്കുന്ന വലിയ സംവാദമായിരുന്നു അത്. ഇടക്കര സംവാദം നടക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു, സ്റ്റേജിൽ ഞാൻ ഒരാളാണ്, എന്റെ കൂടെ ആരും ഇരിക്കുവാനും വേദിയിൽ വരാനും പാടില്ല. മറുഭാഗത്തെ മിഷനറി നേതാക്കന്മാരുടെ, ക്രിസ്തീയ പുരോഹിതന്മാരുടെ, പാതിരിമാരുടെ നീണ്ട നിരയാണ്. ആരാ കടന്നു വരുന്നത്? അബൂബക്കർ മുസ്ലിയാർ എന്ന ശംസുൽ ഉലമ. വേദിയിൽ ആരുമില്ല. ശംസുൽ ഉലമാക്ക് തൗറാത്ത് അറിയാം, ബൈബിൾ അറിയാം, സുറിയാനി ഭാഷ അറിയാം, ലോകത്തിന്റെ ഒരുപാട് ഭാഷകൾ അറിയാം. ബൈബിളിനെ പുതിയതാക്കിയതിന്റെ അതും അറിയാം. പരിശുദ്ധമായ ഖുർആനുമേന്തി ശംസുൽ ഉലമ അവിടത്തേക്ക് കടന്നു വന്നു. പാതിരിമാരെ അവരെ മുട്ടുകുത്തിക്കുകയാണ് ശംസുൽ ഉലമ. ഓരോ ഖണ്ഡനങ്ങളും ഓരോ വാദങ്ങളും പ്രതിവാദങ്ങളും അവിടെ നിന്ന് നടത്തുന്നു. അവസാനം ശംസുൽ ഉലമയോട് അവർ ചോദിച്ചു, ആലിമീങ്ങളെന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ അനന്തരഗാമികളല്ലേ? ഔലിയാക്കന്മാർക്ക് കറാമത്തില്ലേ? ഉണ്ട്. അമ്പിയാക്കൾക്ക് മോചിതത്തില്ലേ? ഉണ്ട്. ആലിമീങ്ങൾക്കും അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ അനന്തരാവകാശികളാണല്ലയോ? അതെ. എന്നാൽ ഞങ്ങൾ പറയട്ടെ, ഒരു ശവം നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്, നിങ്ങൾക്കതിനെ ജീവിപ്പിക്കാൻ സാധിക്കുമോ? ജീവൻ കൊടുക്കാൻ സാധിക്കുമോ? വല്ലാത്ത ചോദ്യമാണ്. ശംസുൽ ഉലമ ഒരു 3 സെക്കൻഡ് തല താഴോട്ടേക്ക് വെച്ചൊരു 3 സെക്കൻഡ് സമയം അങ്ങനെ മുഖം നേരെ പിടിച്ചു പറഞ്ഞു, എവിടെയാണ് ശവമുള്ളത്? ഇങ്ങോട്ടേക്ക് കൊണ്ടുവാ, ഞാൻ ജീവൻ നൽകി തരാം. എല്ലാത്തിലും പരാജയപ്പെട്ട അവസാനം ഈ ഐഡിയയും ശൈഖുനാന്റെ മുമ്പിൽ പരാജയം സമ്മതിച്ച് ജോൺ മുണ്ടക്കൽ എന്ന ആ പാതിരിയുടെ നേതൃത്വത്തിൽ ഒരുപാട് ആൾക്കാര്, മുർത്തദ്ദായി പോയ ആൾക്കാരടക്കം ഇസ്ലാമിന്റെ ശാന്തരമായ തീരത്തേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് പിന്നീട് ഇബ്രാഹിം മുണ്ടക്കലായി ഈ അടുത്ത് വഫാത്തായി പോയ, ഒന്നെങ്കിൽ 2021 അല്ലെങ്കിൽ 2020 വരെ ജീവിച്ച വലിയ അറിവുള്ള വ്യക്തിയായിരുന്നു ഇബ്രാഹിം മുണ്ടക്കൽ. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ഇസ്സത്തിനെ ഉയർത്തിപ്പിടിക്കാൻ ശൈഖുനാ ശംസുൽ ഉലമാക്ക് സാധിച്ചത്. മഹാന്മാരുടെ ഗുരുത്വവും ആത്മീയമായ തണലുമാണ്. പിന്നീട് ആ സംഭവങ്ങൾ ഒരുപാട് വിശദീകരിച്ച് പറയുകയും എഴുതുകയും ഉണ്ടായി പലരും. അത് വിശാലമായ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവ് വരെ ഇറങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. മുഹീദ്ദീമാല അതുണ്ട്. മുഹീദ്ദീമാലയിൽ മുത്തുനബി തങ്ങൾ ഹാദിറാകുമെന്നൊക്കെ മുഹീദ്ദീമാലയിലുണ്ട്. അത് പുത്തൻവാദികൾക്കറിയില്ല, വിശ്വസിക്കാൻ പറ്റില്ല. ഔലിയാക്കന്മാരത്തേക്ക് അത് കടന്നു വരും. അങ്ങനെയാണ്. ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അങ്ങനെയെല്ലാം ഈ വിദണ്ഡവാദങ്ങളെയൊക്കെ
പരിപൂർണമായി പരാജയപ്പെടുത്തിയ മഹാന്മാരായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അടക്കമുള്ള സാത്വികന്മാരായ മനുഷ്യന്മാർ. അങ്ങനെയുള്ള നല്ല ആലിമ്യങ്ങളാണ് അവർ. എന്തേ ആലിം എന്ന് പറഞ്ഞാൽ വലിയ കോലം, വലിയ താടി, വലിയ തലപ്പാവ്, ചിലപ്പോൾ നിസ്കരിക്കാൻ പോലും അടുത്തേക്കാൻ പറ്റൂല. ആ തലപ്പാവ് നമുക്ക് നമ്മുടെ മേത്തേക്ക് തട്ടിപ്പോവും. ഇതൊക്കെയാണ് ഇന്ന് ദുനിയാവിന്റെ കോലം. ദുനിയാവ് അങ്ങനെയാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. പരിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗമൊന്നുമല്ല. പ്രസംഗം ഒരു കലയാണ്. പ്രസംഗം എന്നുള്ളത് പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ രൂപമൊന്നുമല്ല. ഇതൊക്കെ കലയാണ്. പ്രസംഗിക്കേണ്ട സമയത്ത് പ്രസംഗിക്കണം. ലോകം ഇങ്ങനെ മാറി മാറി പ്രസംഗത്തിന്റെ മുമ്പിൽ ഓൺലൈനിലൂടെ വെള്ളം വെച്ച് അതിനെ വെള്ളത്തിലേക്ക് തുപ്പുകയും ഊതുകയും മന്ത്രിക്കുകയും, അതൊക്കെ പുതിയൊരു ലോകത്തേക്ക് ഇങ്ങനെ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയങ്ങളെയും ആദർശങ്ങളെയും ഷിആറുകളെയൊക്കെ നിസാരമാക്കുന്ന രീതിയിലേക്ക് അവസാന കാലഘട്ടത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം കോലങ്ങൾ, ഇത്തരം രൂപങ്ങളൊക്കെ ഉള്ളവർ മാറി എന്നുള്ളത് വളരെയേറെ ചിന്തിക്കേണ്ട ഒരു ലോകമാണ്. ഇസ്ലാം അങ്ങനെയാണ്. പ്രസംഗം കണ്ടിട്ടൊന്നും, മൊയ്തീൻ ശേഖിന്റെ പ്രസംഗം കണ്ടിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതല്ല. അവരുടെ സ്വഭാവമായിരുന്നു, അവരുടെ ഇടപെടലുകളായിരുന്നു, അവരുടെ മജ്ലിസുകളായിരുന്നു. ഖാജാ തങ്ങളുടേതും അങ്ങനെ തന്നെയാണ്. മാലിക് ദിനാർ വന്നിട്ട് ഘോരഘോരം പ്രസംഗിച്ചതല്ല. ആദ്യമായി മുസ്ലിമീങ്ങൾ ആദ്യമായി കടന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് തളങ്കരയിലേക്കാണ്. ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം അല്ലാത്തവരാണ്. ഘോരഘോരമായി പ്രസംഗിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടിയതല്ല. നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഘോരഘോരമായ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ ഇസ്സത്തിനെ നിലനിർത്തിയതല്ല. അതൊരു ഭാഗമാണ്, അതൊരു കലയാണ്. അങ്ങനെ കുറെ ആൾ തെറ്റിദ്ധരിച്ചു പോയി. ആ തെറ്റ് നമ്മൾ തിരുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം പ്രത്യേകമായി പറയുവാനുള്ളത്, SKSSFന്റെ വേദിയാണ്, സമസ്തയുടെ സമ്മേളനമാണ്, സമസ്തയുടെ പരിപാടിയാണ്. പ്രസംഗിക്കാൻ വരുന്നത് സമസ്തയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തയാളാണ്. അത് പറ്റൂല. എന്തേ സമസ്തന്റെ ആൾക്കാർ കുറവാണോ? സമസ്തയിൽ ദുആ ചെയ്യാൻ സാദാത്യങ്ങളും ഉസ്താദന്മാരും കുറവാണോ? സമസ്തയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സമസ്തയുടെ പ്രഭാഷകന്മാരെയും സാദാത്യങ്ങളെയും ആലിമീങ്ങളെയും കൊണ്ടുവരാൻ, പ്രസംഗിപ്പിക്കുവാനും ദുആ ചെയ്യിപ്പിക്കുവാനും കൊണ്ടുവരാൻ നമ്മളൊക്കെ തയ്യാറാകണം. അവിടെ പോയാൽ അവിടെ ഒന്ന്, ഇവിടെ വന്നാൽ ഇവിടെയൊന്ന്, പള്ളിന്റെ ഉള്ളിലേക്ക് എത്തിയ വേറെ ഒന്ന്. ഇതൊന്നും പറ്റൂല. നമ്മുടെ ആലിമീങ്ങൾക്കതെതിരാണ്. വളരെ ആധികാരികമായി തന്നെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഖൈറിലേക്ക് അല്ലാഹു ഉയർത്തുമാറാകട്ടെ. പറഞ്ഞു വന്നത്, വലിയാലിമിൻ ഉഖറാ അലാമാത്തിൻ തുറാ ലാ യത്ലുബു ദുനിയാ ബിഇൽമി മസായിലാ. ആരാണ് ആലിമീങ്ങള്? ആലിം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ മനസ്സിലാക്കിയത് ദുനിയാവ് എന്ന് പറഞ്ഞാല് ഈ ദുനിയാവിന്റെ പളപളപ്പിന്റെ പിന്നിൽ പോകുന്നൊക്കെ ആലിമാണെന്നാണ്. ഒരിക്കലുമല്ല, തെറ്റുപറ്റിപ്പോയതാണ്. ആരാണ് ആലിം? ആരാണ് ആലിം? ആലിമിന്റെ അടയാളം യഥാർത്ഥ ഉഖ്റവിയായ അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞല്ലോ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിൽ ഉലമാ. അല്ലാഹുവിന്റെ ഖുർആനാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന യഥാർത്ഥ ആലിമീങ്ങളാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് ആലിമീങ്ങളെ മാത്രമല്ല, ആലിമീങ്ങളിൽ യഥാർത്ഥ ഉഖ്റവിയായ ആലിമീങ്ങളാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഉഖ്റവിയായ ആലിമീങ്ങൾക്കുള്ള അടയാളം ലാ യത്ലുബു ദുനിയാ ബിഇൽമി മസായിലാ. അവർ ദുനിയാവ് തേടൂല, ദുനിയാവിന്റെ ആഗ്രഹമില്ല. അവർക്കുള്ളതായ ഇൽമു കൊണ്ട്
അവർ ദുനിയാവിനെ തേടാത്തവരാണ്, ദുനിയാവിന്റെ പളപളപ്പിനെ ആഗ്രഹിക്കാത്തവരാണ്. സഞ്ചരിക്കുന്ന കൊട്ടാരങ്ങളില്ലാതെ, ദുനിയാവിന്റെ പളപളപ്പുകളില്ലാതെ സാത്വികന്മാരായി എല്ലാ സമയങ്ങളും അല്ലാഹുവിലേക്ക് ജീവിതം സമർപ്പിച്ച, ധാരാളം നമസ്കാരങ്ങളും പരിശുദ്ധമായ ഖുർആനിലും ഔറാദിലുമായി ജീവിതം സമർപ്പിച്ച മഹാന്മാരാണ് യഥാർത്ഥ ഉഖ്റവിയായ ആലിമീങ്ങള്. ഇതാണ് ആലിമീങ്ങൾ. ഇതാണ് ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിൽ ഉലമാ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഇതൊക്കെയും ഈ പറയപ്പെട്ടതാണ്. എല്ലാവർക്കും അനന്തരാവകാശം കിട്ടൂല. അവരാണ് ആര്? അതാണ് ആര്? ശംസുൽ ഉലമാ, കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, മഹാനായ കാളമ്പാടി ഉസ്താദ്. കാളമ്പാടി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു. മഹാനായ സാത്വികനായ കാളമ്പാടി ഉസ്താദ് നേരെ മുഖം നേരിട്ട് വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയും ഒരു നടത്തവും കാളമ്പാടി ഉസ്താദ് നടത്തിയിട്ടില്ല. എല്ലാ സമയവും താഴോട്ടേക്ക് മാത്രമാണ് നോക്കാറുള്ളത്. ദുനിയാവിന്റെ സൗകര്യങ്ങൾ എന്താണെന്ന് പോലും നേരാവണ്ണം ഒന്നിങ്ങനെ നോക്കാൻ ഉസ്താദിന്റെ മനസ്സ് സമ്മതിച്ചിട്ടില്ല. ഞാൻ 3-4 വർഷങ്ങൾക്ക് മുമ്പ് പയ്യക്കിയിലെ പൈവളിക സാദാ തുറൂസിന് പോയപ്പോ വഫാത്തായ പയ്യക്കി ഉസ്താദ് പള്ളിക്കര സംയുക്ത ജമാഅത്തിന്റെ ഖാദിയായിരുന്ന മഹാനായ പയ്യക്കി ഉസ്താദിന്റെ വീട്ടിലായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത്. ഭക്ഷണം കഴിച്ച് അവിടെ സംസാരിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, അല്ലാഹ് ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ഖബർ പ്രകാശപൂരിതമാക്കട്ടെ. വലിയ ഫിഖ് അറിയുന്ന വലിയ വിനയമുള്ള മഹാനായിരുന്നു പയ്യക്കി ഉസ്താദ്. അതായത് പൈവളിക അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർകദഹു. ഉസ്താദ് പറഞ്ഞു, 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ഉറൂസിന് മഹാനായ കാളമ്പാടി ഉസ്താദ് വന്നിരുന്നു. ഇവിടെയായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത്. ഭക്ഷണം കഴിഞ്ഞ് ദുആ ചെയ്ത് ഉസ്താദ് കാളമ്പാടി ഉസ്താദ് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോ എന്റെ ഭാര്യയായി കർട്ടന്റെ ബാക്കിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ദുആ ചെയ്യണം, എന്റെ വയറിന് ചെറിയ പ്രശ്നമുണ്ട്, ഡോക്ടർമാർ മംഗലാപുരത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണം, ഞാൻ മരുന്ന് കഴിക്കുകയാണ്, ഓപ്പറേഷന് പോകാൻ സമയമായി, ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണം. പയ്യക്കി ഉസ്താദിന്റെ ഭാര്യ അന്നത്തെ സമസ്തന്റെ പ്രസിഡന്റ് വഫാത്തായ കാളമ്പാടി ഉസ്താദ് റഈസുൽ ഉലമാ ഉസ്താദിനോട് പറയാണ്. ഉസ്താദ് പറഞ്ഞു, ദീർഘവീക്ഷണമുള്ള സാത്വികനായ ഈ മനുഷ്യന് പറഞ്ഞെന്റെ പ്രിയപ്പെട്ടവരെ, ശങ്ക വേണ്ട, ലാ തഹ്സനൂ, ദുഃഖിക്കേണ്ടതില്ല, ഒരു പ്രയാസം വേണ്ട, നിങ്ങളുടെ വയറിലേക്ക് ഒരു കത്രിക പോലും നിങ്ങളെ വയറിലേക്ക് തൊടേണ്ടി വരില്ല, അല്ലാഹു ശിഫയാക്കുമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. ഒരാഴ്ച കഴിഞ്ഞ് മംഗലാപുരത്ത് പോയപ്പോ ഓപ്പറേഷൻ വേണ്ട, ഓപ്പറേഷൻ വേണ്ടി വന്നില്ല, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്ന് അന്ന് ജീവിച്ചിരിക്കെ മഹാനായ ഉസ്താദ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് സമസ്തന്റെ ആലിമീങ്ങള്. ഇവരാണ് ഔലിയാക്കന്മാര്, ഇവരാണ് സജ്ജനങ്ങൾ, ഇവരാണ് സജ്ജനങ്ങൾ, ഇവരാണ് സ്വാലിഹീങ്ങള്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞുവല്ലോ, വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. ആരാണ് അല്ലാഹുവിനെ അനുസരിച്ചത്, ആരാണ് അവന്റെ ദൂതനായ ലോക നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചത്, അനുസരിച്ചത്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചതായ അല്ലാഹു
ഉന്നതന്മാരാക്കിയതായ ഫൗലായിക മഅല്ലദീന അന്നമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന, പ്രവാചകന്മാർ, സത്യസന്ധന്മാർ, ശുഹദാക്കൾ, രക്തസാക്ഷികള്, വസ്സാലിഹീൻ, സജ്ജരിതന്മാർ എന്നിവരോടൊപ്പമായിരിക്കും അവർ നല്ല കൂട്ടുകാരാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ലാമിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, വൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെ ചേർക്കണേ അല്ലാ, എന്നെ ചേർക്കണമെന്ന് ദുആ ചെയ്തത് അമ്പിയാക്കളിൽപ്പെട്ട പ്രവാചകനായ യൂസുഫ് നബിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വാലിഹീങ്ങളിൽ പെട്ടവരാണല്ലയോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ ശംസുൽ ഉലമാ, മഹാനായ വാണിയമ്പലം ഉസ്താദ്, മഹാനായ പാറന്നൂർ ഉസ്താദ്, മഹാനായ മിത്തബൈൽ ജബ്ബാർ ഉസ്താദ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ കോയക്കുട്ടി ഉസ്താദ്, സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ്, അങ്ങനെ വരുന്ന നൂറുകണക്കിന് മഹാന്മാർ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളടക്കമുള്ള സാത്വികന്മാരായ സാദാത്യങ്ങളെ അങ്ങനെയുള്ളവരാണല്ലയോ. നമുക്കത് പൂർണ്ണമായ വിശ്വാസമുള്ളവരാണ്. അവർ സ്വാലിഹീങ്ങളായിരുന്നു. ഈ സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കാൻ വേണ്ടി യൂസുഫ് നബി പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഖുർആനിലുണ്ട്. അതാണ് സ്വാലിഹീങ്ങളുടെ നന്മ, അവരുടെ മഹത്വം അങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. കാരണം അൽഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ് മഹാന്മാരെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഒരുപാട് കറാമത്തുകളുടെ നീണ്ട നിരകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് മാണിക്കോത്ത്, ചരിത്ര പ്രസിദ്ധമായ കാഞ്ഞങ്ങാട്ട് മാണിക്കോത്ത് മക്കാം റൂസിന്റെ സമാപന വേദിയിൽ ഈ വിനീതന് പ്രഭാഷണം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ദുആ ചെയ്യാൻ വേണ്ടി വന്നത് വലിയ സാത്വികനായ, നിരവധി മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന സാത്വികന്മാരായ വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു ചെറുവാളൂർ ഐദ്രോസ് മുസ്ലിയാർ. സമസ്തന്റെ മുശാവർ അംഗമായിരുന്നു. ശംസുൽ ഉലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. അഭേദ്യമായി ബന്ധമുള്ള ശംസുൽ ഉലമയുമായി അഭേദ്യമായി ബന്ധമുള്ള മഹാനായിരുന്നു. ഉസ്താദ് എന്ന് പറയാണ്, ഞാൻ സാക്ഷിയാണ്, തന്റെ നസീഹത്തിൽ പറയുകയാണ്, ശംസുൽ ഉലമയുടെ കറാമത്ത് പറയുകയാണ്. എനിക്ക് വല്ലാത്ത തലവേദന വന്നു. 7 ഡോക്ടർമാർ എന്നെ പരിശോധിച്ചു. അവസാനം എറണാകുളത്ത് നിന്നോട് പറഞ്ഞത് മേജർ ഓപ്പറേഷൻ വേണം. നിങ്ങളുടെ ചെവിക്ക് വലിയ ഗുരുതരമായ പ്രശ്നമുണ്ട്. അത് കേൾവി ശക്തി മുഴുവനായിട്ടും കുറഞ്ഞു പോകും. ഉറക്കം വരാത്ത വേദനയുടെ രാവുകളാണ്. ഉസ്താദാകെ ക്ഷീണിതനായി. മേജർ ഓപ്പറേഷൻ. ഉസ്താദ് തന്നെ പറയാണ്, ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെയുണ്ട്. സമാപന ദിവസമാണ്. ഐദ്രോസ് ഉസ്താദ് പറയുന്നു, അങ്ങനെ ഞാൻ ഓപ്പറേഷന് വിദഗ്ധപ്പെട്ട് ഒരാഴ്ച മുമ്പ് ഞാൻ നേരെ മഹാനായ ശംസുൽ ഉലമയെ നേരിട്ട് കണ്ടു. ശംസുൽ ഉലമയോട് നേരിട്ട് ഹയാത്തുള്ള കാലാണ്. തന്റെ വിഷമവും പ്രയാസം പറഞ്ഞപ്പോ മുത്തുപേട്ടയിലേക്ക് യാസീൻ ഓതാനും ഫാത്തിയ ചോദാനും പറഞ്ഞു. സമയം കിട്ടുമ്പോ യാസീൻ ഓദിക്കോ, ഫാത്തിയ നീ പതിവാക്കിക്കോ, അവർ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയേക്കും. അങ്ങനെ ഒരു അസറിന്റെ സമയം ഉസ്താദ് പറയുന്നു, ക്ഷീണിതനായി, വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, യാത്രയുടെ കാരണം കൊണ്ട് ക്ഷീണിതനായി, നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ കിടന്നുറങ്ങി. ആ കിടന്നുറങ്ങിയ സമയത്ത് ശംസുൽ ഉലമ കൂടെയുണ്ട്. പിന്നെയുള്ള ഒരാളും എനിക്ക് പരിചയമില്ല. എന്റെ തല ഓപ്പറേഷൻ ചെയ്യുന്നു, എന്റെ ചെവി ഓപ്പറേഷൻ ചെയ്യുന്നു. എനിക്ക് വേദനയെല്ലാം ഇശാറത്തായപ്പോൾ വേദനയില്ല, വേദന മാറിപ്പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. വീണ്ടും ഞാൻ നേരിട്ട് ശൈഖുനാൻ അടുക്കലേക്ക് പോയി.
ശംസുൽ ഉലമ പറഞ്ഞു, അത് ദാവൂദുൽ ഹക്കീം വലിയുള്ളാഹ് മുത്തുപേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന താടി നീളമുള്ളത് ദാവൂദുൽ ഹക്കീം ഉപ്പാപ്പയായിരുന്നു. അവരുടെ അനുചരന്മാരായിരുന്നു കടന്നു വന്നത്. ശംസുൽ ഉലമ നേരിട്ട് പറഞ്ഞു കൊടുത്തു. അവിടെയും ശംസുൽ ഉലമയെ കണ്ടിരുന്നു. ഉസ്താദ് പറഞ്ഞു, ഞാൻ അന്ന് പ്രസംഗിക്കുന്ന സമയം വരെ ഒരു ഓപ്പറേഷനും എനിക്ക് വേണ്ടി വന്നിട്ടില്ല, ഒരു തലവേദനയും വന്നിട്ടില്ല. അതാണ് ശംസുൽ ഉലമ. ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രായമുള്ളവരെ, ഏത് പ്രയാസങ്ങൾ വന്നാലും വിഷമങ്ങൾ വന്നാലും ശംസുൽ ഉലമാന്റെ ഹദ്റത്തിലേക്കൊന്ന് ഫാത്തിഹ ഓതാൻ, യാസീൻ ഓതാൻ തയ്യാറായാൽ നമ്മുടെ മനക്കരുത്ത്, നമ്മുടെ ഉദ്ദേശങ്ങൾ നല്ലതാണെങ്കിൽ അത് പൂർണ്ണമായി വിജയിക്കുകയാണ്. അതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അത് വലിയ ഒരു ആത്മാവാണ്, അത് വലിയ ഒരു ശക്തിയാണ്. അത് ശംസുൽ ഉലമ. കേരളത്തിൽ MES എന്നൊരു പ്രസ്ഥാനമുണ്ട്. അറിയപ്പെടുന്ന ഡോക്ടർമാരുടെ ബുദ്ധിജീവികളുടെ ഒരു സംഘടനയാണ് MES. ഫസൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ വലിയ സ്ഥാപനങ്ങളും കോളേജുകളും ഒക്കെയുണ്ട്. ഇതിന്റെ തുടക്കം പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ ഒരു വർഷം ബഹുമാനപ്പെട്ട ശംസുൽ മുദരിസായിരുന്നു. പട്ടിക്കാട് കോളേജിൽ അന്ന് കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു. നബ്ബറല്ലാഹു മർക്കദഹു ആമീൻ. ആ സുവർണ കാലഘട്ടം MESന്റെ തുടക്കമാണ്. അന്ന് ഡോക്ടർമാരും വലിയ വലിയ ആൾക്കാരും വലിയ വലിയ ആൾക്കാരെയൊക്കെ കണ്ട് അതിന്റെ മെമ്പർമാരാക്കുകയാണ്. അതായത് ഭൗതികമായ ലോകത്തേക്കുള്ള വലിയ ഒരു പുറപ്പാടാണത്. ഇവിടെ സുന്ദരമായ പ്രസ്ഥാനമുണ്ട് സമസ്ത, അതിന്റെ ഇടയിലാണ് ഈ പണി. അവസാനം കേരളത്തിന്റെ നവോത്ഥാന നായകൻ, മദ്രസ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച ശില്പി, നിരവധി ഹജ്ജുകൾ ചെയ്ത അഭിവന്ദനായ സാരഥി, കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനത്തിന്റെ അസ്തിത്വം നൽകിയ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വിശുദ്ധമായ മക്കയിലെ ജന്നത്തിൽ മുഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാവരോടും യാത്ര പറഞ്ഞ് മരിക്കാൻ വേണ്ടി ഹജ്ജിന് പുറപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും ഇതിൽ അംഗമായിരുന്നു. പട്ടിക്കാടിലെ പരിപാടിയിലേക്ക്, ജാമിയ നൂരിയയിലേക്ക് തന്റെ ഉസ്താദിനോട് നേരിട്ട് മിനിയാന്ന് നടന്ന അനുസ്മരണ പരിപാടിയിൽ അവിടുന്ന് പറഞ്ഞ കാര്യമാണ്. പട്ടിക്കാട് നടന്ന പരിപാടിയിലേക്ക് ബാഫഖി തങ്ങൾ അതിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹിയാണ്. ഒരു വടിയും കുത്തിപ്പിടിച്ചാണ് കടന്നു വന്നത്. ശംസുൽ ഉലമ അന്നേ ചെറുപ്പകാലമാണ്. പട്ടിക്കാടിന്റെ ആ ആദ്യ സമയത്ത് ശംസുൽ ഉലമ മുദരിസാകുമ്പോൾ ചെറിയ പ്രായമാണ്. ബാഫഖി തങ്ങളോട് വടിയും കുത്തി വന്നപ്പോ പറഞ്ഞു, ഈ വടി എല്ലാ സ്ഥലത്തും കുത്താനുള്ളതല്ല തങ്ങളെ, അവിടെയും ഇവിടെയും ആ പറമ്പിലും ഈ പറമ്പിലും കുത്താനുള്ളതല്ല എന്ന് പറഞ്ഞു. ശംസുൽ ഉലമ ബാഫഖി തങ്ങൾ ഇങ്ങനെ ശംസുൽ ഉലമയെ മുഖത്തേക്ക് നോക്കി. അത്രയും വലിയ സാദാത്തായിട്ട് ശൈഖുനയെ ബഹുമാനിച്ചിരുന്നു. ആ ഇൽമറിയാം, ആ ഇൽമിന്റെ ശക്തി മഹാനായ ബാഫഖി തങ്ങൾക്ക് അറിഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ ബാഫഖി തങ്ങൾ ശൈഖുനയോട് ചോദിച്ചു, മനസ്സിലായിട്ടില്ല, എന്താണ് അങ്ങ് പറഞ്ഞത്? ബാഫഖി തങ്ങളോട് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു അത്രേ, നിങ്ങൾ ഈ അടുത്ത് എന്തെങ്കിലും പ്രസ്ഥാനത്തിൽ കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതെ, അത് ദുനിയാവിൻ്റെതാണ് തങ്ങളെ, അത് ദുനിയാവിൻ്റെതാണ്, ആഖിറത്തിലേക്കുള്ളതല്ല. തങ്ങളതിൽ നിന്ന് ഒഴിവാകണമെന്ന് പറയേണ്ട താമസം. ഉസ്താദേ, നിങ്ങൾ പറഞ്ഞാൽ ഇത് അവസാനത്തെ വാക്കാണ്, ഇനി ഞാനില്ല. പിന്നീട് ആ സംഘടനയെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങള്, ഇസ്ലാമികമായിട്ട് പോലും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് MES. അത് ദീർഘവീക്ഷണത്തോടെ കണ്ടു ആരെ? മഹാനായ ശംസുൽ ഉലമ. കാസർഗോഡ് വലിയ ഉറൂസ് നടക്കുന്ന സ്ഥലമാണ് നെല്ലിക്കുന്ന്. മംഗലാപുരത്തെ ബന്ദറിൽ ഒരു ഫക്കീറിനെ പോലെ മംഗലാപുരം ടൗണിലും മറ്റുമായി കറങ്ങി നടന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു.
ചിലയാൾക്ക് ആ സാത്വികനായ മനുഷ്യനെ കുറിച്ച് അറിഞ്ഞിരുന്നോ? ഭൂരിപക്ഷം ആൾക്കാർക്കും അറിഞ്ഞില്ല. അങ്ങനെ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നയാണ് ഒരു ചെറുപ്പക്കാരൻ. ആരോ ഒരാള് പറഞ്ഞു, എന്തിനാണ് നീ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? എന്റെ ഭാര്യ ഗർഭിണിയാണ്, സമയമൊക്കെ കഴിഞ്ഞോ, പ്രസവിക്കുന്നില്ല, പ്രസവ വേദന എത്തിയിട്ടില്ല. എന്റെ ഭാര്യ ഇങ്ങനെ പടക്കുകയാണ്. അപ്പോൾ പറഞ്ഞ ഇങ്ങനെ നടക്കുന്ന മനുഷ്യനില്ല, അയാളോട് പോയിട്ട് പറയാ. അങ്ങനെ ഈ മനുഷ്യനാരാണെന്നറിയോ? ഇന്ന് നെല്ലിക്കുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹനീഫ് ഉപ്പാപ്പ. ഫക്കീറിനെ പോലെ നടക്കുകയാണ് മംഗലാപുരത്ത്. പോയപ്പോൾ പാപ്പയോട് കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, നിന്റെ ഭാര്യ സുഖപ്രസവം ഉണ്ടാകും, നിന്റെ വീട്ടിന്റെ മച്ചിലേക്ക് നീ കയറണം, ആദ്യം പോയി അട്ടത്തേക്ക് പോകണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ പരിശുദ്ധമായ ഖുർആനും ഒരുപാട് കച്ചര പിടിച്ച സാധനങ്ങളൊക്കെ മോശമായി ഇങ്ങനെ തള്ളിയിരിക്കുകയാണ്. അതിൽ പരിശുദ്ധമായ ഖുർആനും പൊട്ടിരിക്കുന്നു. അതിനെ നീ ശുദ്ധിയാക്കണം, അതിനെ നീ നല്ല സ്ഥലത്ത് വെക്കണം, നിന്റെ ഭാര്യക്ക് സുഖപ്രസവം ഉണ്ടാകുമെന്ന് പറയുകയും അയാൾ ഓടിപ്പോയി മച്ചിൻ മുകളിൽ കയറിയപ്പോൾ പരിശുദ്ധമായ ഖുർആൻ നാമാവിശേഷമായി കാണുന്നു, കച്ചറകളിൽ അകപ്പെട്ട് കാണുന്നു. എല്ലാത്തിനെയും എടുത്തു തോർത്തുകയും അത് വിശുദ്ധമായ സ്ഥലത്ത് വെക്കുകയും ചെയ്തു. ചെയ്യേണ്ട താമസം ആ ഭാര്യക്ക് അവിടെ വീട്ടിൽ വെച്ചുകൊണ്ട് സുഖപ്രസവം ഉണ്ടായെന്ന് ചരിത്രം പറയുകയാണ്. ആ മഹാനെ കുറിച്ച് പിന്നീട് കാസർഗോഡ് വന്നപ്പോ രണ്ടഭിപ്രായമാണ്. അയാളൊരു ഫക്കീർ മാത്രാണ്, അയാളൊരു സാധാരണക്കാരനാണ്, വലിയല്ല. ഒരു കൂട്ടർ പറയുന്നു വലിയാണ്. ആരെ കൊണ്ട് ഈ പ്രശ്നങ്ങൾ തീർക്കും? ഞാനെന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ. ഒരാൾ വലിയല്ല, ഒരാൾ വലിയാണെന്ന് പറയുന്നു. ഇന്ന് ആരാണ് ആ പ്രശ്നങ്ങളെ തീർക്കാനുള്ളത്? അന്നുണ്ടായിരുന്നു മഹാനായ ശംസുൽ ഉലമാ. എല്ലാവരും അവിടെ നിന്ന് മീറ്റിംഗ് കൂടി തീരുമാനിച്ചു, കെ അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടുവരാം. ഇതിനു മുമ്പ് ഇതുപോലെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ നെല്ലിക്കുന്ന മക്കാമിന്റെ ഓരത്തെ കൂടിയിരിക്കുകയാണ്. ഒരു കൂട്ടർ പറയും ഉസ്താദ് വന്നിട്ട് പറയും ഇയാൾ വലിയല്ല. ഒരു കൂട്ടർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് വലിയാണെന്ന് ഉസ്താദ് സ്ഥിരപ്പെടുത്തും. അവിടെയാണ് ശൈഖുന കടന്നു വരുന്നത്. മഹാന്മാരോടുമായി അടുത്ത ബന്ധമുള്ള, മഹാന്മാരോട് സംസാരിക്കുന്ന ഈ വലിയാണ് കടന്നു വരുന്നത്. എല്ലാവരും സസൂക്ഷ്മം ശ്രദ്ധിക്കുകയാണ്. വന്നിട്ട് സലാം പറഞ്ഞു ഈ മഹാനോടെ. എന്തൊക്കെയോ അറബിയിൽ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ ശംസുൽ ഉലമ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, ഇത് സാധാരണ മനുഷ്യനല്ല. ഈ ഹനീഫ് ഉപ്പാപ്പ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ വലിയാണ്. അന്നു മുതൽ ഇന്ന് വരെ ആ നെല്ലിക്കുന്ന ഹനീഫ് ഉപ്പാപ്പാന്റെ ഹദറത്തില് പ്രൗഢമായ അറൂസ് നടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇതേ ഒരു പ്രശ്നം കുമ്പോലിലുണ്ടായല്ലോ. എന്തുകൊണ്ടാണ് കുമ്പോല് തങ്ങന്മാര് ശൈഖുന ശംസുൽ ഉലമയെ പൂർണ്ണമായും അംഗീകരിക്കുന്നത്? അവിടെയും ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഷയത്തില് തർക്കമില്ലാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട അന്നത്തെ കുമ്പോൽ സാദാത്യങ്ങളിൽ പ്രമുഖനായ ആ നേതാവിന്റെ വിശേഷ ഗുണങ്ങളും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർപ്പ് കൽപ്പിച്ചത് ശംസുൽ ഉലമാ. ഇന്ന് ജീവിച്ചിരിക്കുന്ന അലി തങ്ങളോട് ചോദിച്ചാൽ ആ കാര്യങ്ങൾ നമുക്ക് മണിമണി പോലെ പറഞ്ഞു തരും. ഔലിയാക്കന്മാരുമായി അഭേദ്യമായ ബന്ധമുള്ള മഹാനായിരുന്നു ശംസുൽ ഉലമാ. ആലിപ്പറമ്പ് എന്നൊരു സ്ഥലം, ഒരു ചെറുപ്പക്കാരൻ വയറുവേദന വന്നു, ഓപ്പറേഷൻ വേണ്ടി ഡോക്ടർമാർ പരിശോധിച്ചു, ഓപ്പറേഷന് വിധിക്കപ്പെട്ടു. ശംസുൽ ഉലമാന്റെ പേരിൽ ഫാത്തിഹ ഓതുന്ന മനുഷ്യനാണ്, എപ്പോഴും ചെറുപ്പക്കാരനാണ്. ഞാനൊക്കെ എന്റെ ദർസ് ജീവിതം മുതൽ, ഞാൻ ദർസിൽ പഠിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സംപ്യ ദാരിമി ഉസ്താദ് അന്നേ അറിയുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട എന്നെ വിളിച്ച നമ്മുടെ ഖലീജിന്റെ നിസാർക്കയോട് ചോദിച്ചത് എത്ര വർഷമായി. 22 വർഷം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ആ സമയത്തെ ഉസ്താദ് ഇവിടെയുണ്ട്, അന്ന് മുതലേ ഇവിടെയുണ്ട്.
ആ ഒരു സമയം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാന മക്ബറയിൽ പോയി. ഡോക്ടർമാർ മുഴ വന്നിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, ആലിപ്പറമ്പെന്നുള്ള സ്ഥലത്തുള്ള ചെറുപ്പക്കാരൻ ശൈഖുനയുടെ ഹദ്റത്തിൽ പോയി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, മനമുരുകി ദുആ ചെയ്തു, യാസീൻ ഓതി ദുആ ചെയ്തു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ രാവിൽ അർദ്ധരാത്രി നേരത്തെ ആരോ വന്ന് ഓപ്പറേഷൻ ചെയ്യുന്നു. അത്ഭുതങ്ങൾ പോലെ എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നെട്ടി ഉണർന്നു. ലൈറ്റൊക്കെ ഓണാക്കിയപ്പോൾ രക്തത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് ബെഡ്ഷീറ്റൊക്കെ. കൂട്ടുകാരെ വിളിച്ചു, എന്തോ ഒന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്. ഞാൻ ശംസുൽമാൻ അടുത്ത് പോയി അവിടെ ദുആ ചെയ്തിരുന്നു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ എന്താണ് സംഭവിച്ചത്? മുത്തുപേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ദാവൂദുൽ ഹക്കീം വലിയുള്ള അത് ഏറ്റെടുത്തു. ഓപ്പറേഷൻ ഇല്ലാതെ മുഴ നീക്കം ചെയ്തു. കാരണക്കാരൻ ആരാണ്? അവിടെ തവസ്സുൽ ബൈത്ത് ഇന്നും വലിയ രീതിയിൽ എല്ലാവരും ചൊല്ലുന്ന ആ മുത്തുപേട്ടയുടെ വാതിൽക്കൽ തൂക്കി വെച്ചിട്ടുള്ള തവസ്സുൽ ബൈത്തിന്റെ ഉടമയായ ശൈഖുനാ ശംസുൽ ഉലമാ. ഇനിയുമുണ്ട്, ചരിത്രം ഒരുപാടുണ്ട്. കറാമത്തുകൾ എണ്ണിത്തീരാത്ത കറാമത്തുകളാണ്. സിയാറത്ത് ചെയ്യുന്ന വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു മഹാനായ ശംസുൽ ഉലമാ. മഹാന്മാരുമായി സംസാരിക്കാൻ വലിയ താല്പര്യം കാണിച്ചിരുന്ന മഹാനായിരുന്നു ശംസുൽ ഉലമാ. മുത്തുപേട്ടയിലേക്ക് പോയി. കൂടെ കുറച്ച് ആൾക്കാരുമുണ്ട്. നീണ്ടമായ ദുആയൊക്കെ കഴിഞ്ഞ് ദാവൂദുൽ ഹക്കീം വലിയുള്ളാന്റെ ചാരത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. സൂഫി വര്യനായ അരിമ്പ്ര ഉസ്താദ് എഴുതിയ ഉസ്താദിന്റെ കുറിപ്പിൽ ഇത് വിശാലമായി പറയുകയാണ്. 9 വയസ്സുള്ള കുഞ്ഞ്, ഈ കുഞ്ഞുമായി ഉമ്മ തമിഴ്നാട്ടിലാണ്. മഖാമിന്റെ അല്പം ദൂരം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരു വലിയ മനുഷ്യനെ, നീളം കുറഞ്ഞ വലിയ മനുഷ്യൻ, ഒരുപാട് ആൾക്കാരൊക്കെയുണ്ട്. കണ്ടപ്പോൾ തന്റെ വേവലാതി പറഞ്ഞു, ഉസ്താദേ, ഈ കുഞ്ഞിന് 9 വയസ്സായി, ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. ഞാൻ ഇവിടത്തേക്ക് വന്നത് എന്റെ മകൻ എങ്ങനെയെങ്കിലും സംസാരിക്കണം, നേർച്ച നേർന്ന് പ്രാർത്ഥിക്കാനാണ്. നിങ്ങളൊന്ന് എന്റെ മോനെ ഏറ്റെടുക്കണം, നിങ്ങളൊന്ന് എന്റെ മോനെ ഏറ്റെടുക്കണമെന്ന് കരഞ്ഞുകൊണ്ട് ആ ഉമ്മ പറയുന്നു. 9 വയസ്സായിട്ടും ഒരഭിപ്രായത്തിൽ ആൺകുട്ടി എന്നുണ്ട്, 1-2 ആൾക്കാർ പെൺകുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 9 വയസ്സുള്ള കുഞ്ഞ്. ഈ കുഞ്ഞിനെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഉമ്മാന്റെ നിർദ്ദേശപ്രകാരം ശൈഖുനാ കൈ പിടിക്കുന്നു. ഇതുവരെ സംസാരിച്ചിട്ടില്ല. അവിടെ നിൽക്കൂ, അവിടെ ഇരിക്കാൻ പറഞ്ഞു. കൂടെയുള്ളവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. ശൈഖുനാ നേരെ കടന്നു പോയത് ദാവൂദുൽ ഹക്കീം വലിയുള്ളാന്റെ അടുക്കലേക്കാണ്. മുത്തുപേട്ട മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ ചാരത്ത് അരമണിക്കൂർ, ചിലയാള് പറഞ്ഞു 40 മിനിറ്റ്, ഏതുമാകട്ടെ ഈ സമയം വരെ ശൈഖുനെ അവിടെ തന്നെ ഇരുന്നു. എന്തൊക്കെയോ സംസാരിക്കുന്നു, ദുആ ചെയ്യുന്നു, ദിക്ർ ചൊല്ലുന്നു. ദീർഘനേരം കഴിഞ്ഞപ്പോ ശൈഖുനാ കുഞ്ഞിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് വന്നു. ഉപ്പ ഈ ശൈഖുനയെ കാണാനും അതേപോലെ മോനെ കാണാനും ഈ ഉമ്മയും ഉസ്താദിന്റെ കൂടെയുള്ള മുരീദന്മാർ, അതല്ലെങ്കിൽ ശിഷ്യന്മാർ, അതല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. വന്നിട്ട് ഉമ്മാനരികിലേക്ക് എത്തിയിട്ട് ഒരു ചോദ്യമാണ്, ഇതാരാണ് മോനെ? എന്റെ ഉമ്മയാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ബാഷ്പാഞ്ജലികൾ ഉറ്റി വീഴുകയാണ്. അത്ഭുതമേ അത്ഭുതം, അത്ഭുതമേ അത്ഭുതം. കറാമത്തിന്റെ ഉടമയായി ജീവിതത്തിൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ശംസുൽ ഉലമാ
9 വയസ്സുള്ള പൊന്നുമോന് സംസാരശേഷി വീണ്ടെടുത്തു കൊടുക്കുകയാ. ഉമ്മ എന്ന് വിളിക്കുന്നു. അല്ലാ അല്ലാ. സന്തോഷം കൊണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരുപാട് സേവനം ചെയ്തു. ദുനിയാവുണ്ടാക്കാനല്ല, ദുനിയാവിന്റെ പളപളപ്പിന് വേണ്ടിയല്ല, മീഡിയക്കാരെ മുമ്പിലിരുന്നു കൊണ്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയാനല്ല, ഉഖ്റവിയായ നേട്ടത്തിനാണ്. അതുകൊണ്ട് ആലിമീങ്ങൾക്ക് ആലിമീങ്ങളെ തിരിച്ചറിഞ്ഞുവല്ലോ. അലിയുൽ ഹാശിമി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ കൈയല്ല ചുംബിച്ചത്, കൈപിടിച്ച വടിയായിരുന്നു. ലോക പണ്ഡിതനായ അലിയുൽ ഹാശിമി തങ്ങള് ശംസുൽ ഉലമ പിടിച്ച കൈ, ആ കൈ സ്പർശിച്ച വടിയാണ് ചുംബിച്ചത്. അത്രയും വലിയ മഹാനാണെന്ന് വലിയ മഹാനുഭാവന് തിരിച്ചറിഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരാണ് സമസ്തന്റെ ആലിമീങ്ങൾ. ഇവർ നടത്തിയത് ദീനാണ്. അതിനുശേഷം അവരുടെ അനുചരന്മാരായ ഒരുപാട് മഹാന്മാർ. നേരത്തെ പറഞ്ഞു കാളമ്പാടി ഉസ്താദ്, ശൈഖുനയുടെ ഉസ്താദ്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, സമസ്തയുടെ ശൈഖാനിമാർ 2 പേരും, അത്തിപ്പറ്റ ഉസ്താദ്, അതേപോലെ തന്നെ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. വലിയ കറാമത്തുകളും അത്ഭുതങ്ങളും ഈ ലോകത്ത് കാണിച്ച മഹാന്മാരായിരുന്നു. ഈ അടുത്ത് വഫാത്തായി പോയ അഭിവന്ദനായ PKP അബ്ദുസ്സലാം മുസ്ലിയാർ നബ്ബറല്ലാഹു മർകദഹു, കാസർഗോഡിന്റെ ഖാദിയായിരുന്ന TKM ബാബ മുസ്ലിയാർ, അഭിവന്ദനായ ഷഹീദെ മില്ലത്ത് CM ഉസ്താദ്, ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ ഉസ്താദ്, അങ്ങനെ ഒരുപാട്, കാപ്പിൽ ഉമ്മർ മുസ്ലിയാർ, വലിയ തഹ്ഖീഖുള്ള പണ്ഡിതനായിരുന്നു കാപ്പിൽ ഉസ്താദ്. കാപ്പിൽ ഉമ്മർ മുസ്ലിയാർ മരണാസന്നനായി മരണത്തിലേക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ബഹുമാനപ്പെട്ട കാപ്പ് ഉമ്മർ മുസ്ലിയാർ തന്റെ ശിഷ്യഗണങ്ങളെയും ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ടവരെയും വിളിച്ചുകൊണ്ട് അലമാരയിൽ 50,000 രൂപയുണ്ട്. എന്തിനാണെന്നറിയോ? ഞങ്ങളെ കുട്ടികളുടെ സാഹിത്യ സമാജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലം മേൽനോട്ടം വഹിച്ചയാളാണ്. എന്റെ അറിവിൽ ഒരു 50 പൈസ പോലും നൽകാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും അല്ലാഹനെ പേടിച്ചുകൊണ്ട് ഇനി ഒന്നുമില്ലെങ്കിൽ ഞാൻ മുഴുവനും പൊരുത്തപ്പെടുകയാണ്. സൂക്ഷ്മതയുടെ പര്യായമായി നിന്ന കാപ്പിൽ ഉസ്താദ് മരണത്തിന്റെ തൊട്ടുമുമ്പ്, മരണത്തിന്റെ വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഈ പണം ആ മക്കളെ ഏൽപ്പിച്ചു എന്ന് ചരിത്രത്തിലൂടെ പറയുമ്പോ ഇതാണ് സൂക്ഷ്മത, ഇതാണ് ആലിമീങ്ങള്, ഇവരാണ് ഉഖ്റവിയായ ആലിമീങ്ങള്, ഇവരാണ് സമസ്തയെ നയിച്ചു പോയ മഹാന്മാര്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം മഹാന്മാരോടൊപ്പം അവന്റെ സ്വർഗീയ ആരാമത്തിൽ നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.